ഇപ്പോൾ മരണസംഖ്യ ഉയരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ വേദനിപ്പിക്കുന്ന വാർത്ത പുറത്തു വരുന്നു. 40 മരണസംഖ്യ എന്നാണ് വരുന്ന വിവരം. വിജയ്, കണക്കുകൾ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് മരണസംഖ്യ 40 അടുക്കുന്നു എന്നാണ്, അല്ലേ? ഡോക്ടർ അരുൺകുമാർ, മരണസംഖ്യ വീണ്ടും ഉയരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം 40 പേർ ഈ ദുരന്തത്തിൽ മരിച്ചു എന്നാണ്. അപ്പോൾ വലിയ ദുരന്തമായി മാറുകയാണ്, ഒരു വൻ ദുരന്തമായി മാറിയിരിക്കുന്നു കരൂരിലെ ഈ അപകടം എന്ന് പറയേണ്ടി വരും. 1000-ലധികം ആളുകൾ ചികിത്സയിലുണ്ട്. അതിൽ പല ആളുകളുടെയും നില അതീവ ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ നമ്മൾ കൊടുത്തതാണ്. ഇപ്പോൾ 40 പേർ മരിച്ചു, അവരുടെ മരണം സ്ഥിരീകരിച്ചു എന്നാണ് തമിഴ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. അതിൽ 6 കുട്ടികളുണ്ട്, 16 സ്ത്രീകളുണ്ട് എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയൊരു ദുരന്തമായി ഇപ്പോൾ കരൂരിലെ ഈ ദുരന്തം മാറുകയാണ്. ഏകദേശം 10,000-ലധികം പേർക്ക് 10,000 പേർക്ക് കഷ്ടിച്ച് വരാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് 40,000-ലും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നത് എന്നുള്ളതാണ് ഈ ദുരന്തത്തിൻ്റെ ആക്കം കൂട്ടിയത്. അതോടൊപ്പം 6 മണിക്കൂറിലധികം വിജയ് എത്താൻ വൈകിയതും ആളുകൾ അനിയന്ത്രിതമായി അതിനുശേഷവും അവിടേക്ക് ഒഴുകിയെത്തി എന്നുള്ളതും ഇപ്പോൾ വലിയ വിമർശന വിധേയമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇതാദ്യമായിട്ടല്ല വിജയുടെ റാലി ഇങ്ങനെ വിമർശിക്കപ്പെടുന്നത്. ഈ മാസം ആദ്യം ട്രിച്ചിയിൽ അദ്ദേഹത്തിൻ്റെ റാലി നടന്നിരുന്നു. 20 മിനിറ്റ് കൊണ്ട് വിമാനത്താവളത്തിൽ നിന്ന് വേദിയിലേക്ക് എത്തേണ്ടത് അദ്ദേഹം ഏകദേശം 6 മണിക്കൂറിലധികം നീണ്ട ഗതാഗത കുരുക്കിന് ശേഷം, അന്ന് അവിടെ ഒഴുകിയെത്തിയ ആളുകളും തിങ്ങി നിറഞ്ഞ ആളുകളുടെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അന്ന് തന്നെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് TVKക്കും വിജയ്ക്കുമൊക്കെ തമിഴ്നാട് സർക്കാരും പോലീസുമൊക്കെ കൊടുത്തതാണ്. ഏകദേശം 23 നിബന്ധനകൾ വിജയുടെ പാർട്ടിക്ക് പോലീസ് നൽകിയിരുന്നു എന്നുള്ളതാണ്. അതിൽ വാഹന വ്യൂഹങ്ങൾ ചേരുന്നത് നിരോധിക്കുക, പൊതുസ്വീകരണങ്ങൾ ഒഴിവാക്കുക, ഗർഭിണികൾ, പ്രായമായവർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് പരിപാടികൾ ഓൺലൈനിൽ കാണാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്നതടക്കം കർശനമായിട്ടുള്ള നിർദ്ദേശം പോലീസും ഒക്കെ നൽകിയതാണ്. ആ സമയത്തൊക്കെ TVKയും വിജയും പറഞ്ഞത് തങ്ങളോടുള്ള ഒരു പക വീട്ടുകയാണ്, തങ്ങളോട് പക്ഷപാതിത്വം കാണിക്കുകയാണ് സ്റ്റാലിൻ സർക്കാർ എന്ന് പറഞ്ഞ് അതിനെ പൂർണ്ണമായും തള്ളുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് പോലും ആ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. പല നിർദ്ദേശങ്ങളും നഗ്നമായി ലംഘിക്കപ്പെട്ടു ഈ പരിപാടിയിലടക്കം എന്നുള്ളതാണ്. അതായത് ഇവിടേക്ക് കുട്ടികളെ കൊണ്ടുവരരുത്, സ്ത്രീകൾ, ഗർഭിണികൾ അടക്കമുള്ള ആളുകൾക്ക് ഓൺലൈനിൽ സുരക്ഷിതമായ ഇടങ്ങളിൽ ഈ പരിപാടികൾ കാണാനും വിജയ് പറയുന്നത് കേൾക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്ന് കൃത്യമായി TVKക്ക് നിർദ്ദേശം കൊടുത്തതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന വിജയ് എത്തുന്നതിന് തൊട്ടടുത്തേക്ക് വരെ ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് 6 മണിക്കൂർ, 1 മണിക്ക് എത്തേണ്ട വിജയ് എത്തിയത് ഏകദേശം 7:30 കൂടി 6 മണിക്കൂർ വൈകിയുമാണ്. അങ്ങനെ ആവർത്തിച്ചുള്ള അപ്പീലുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ വിജയും വിജയുടെ പാർട്ടിയും ഒക്കെ കോടതിയിൽ പോയതിനു ശേഷമാണ് കരൂരിലെ ഈ ഒരു സ്ഥലം അവർക്ക് ലഭിച്ചത്. അതിൽ പലതവണ അപ്പീലുകൾ നൽകിയിരുന്നു. ഏകദേശം 23 നിബന്ധനകൾ ഏർപ്പെടുത്തുമ്പോൾ തങ്ങളോട് പക്ഷപാതിത്വം കാണിക്കുകയാണ് എന്നുള്ള വിമർശനമാണ് വിജയ് പറഞ്ഞിരുന്നത്.